അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് നമ്മൾ എവിടുക്ക പോണത്? എവിടുക്ക പോണത്? എവിടുക്ക പോണ പറഞ്ഞ? കക്കാടം പോയല്ല, കക്കാടം പോയിൽ. എനിക്കെന്നെ അറിയില്ല, പോയാ പറ എനിക്കെന്നെ പറ്റും. നമ്മളെടുക്ക പോണത് അറിയോ? കക്കാടം പോയിലേക്ക് പോട്ടെ നമ്മള്. ഇതെന്താണ് ഇത് നിറച്ച്? എന്താണ് ഇതെന്താ? ഇതെന്താ ഇതെന്താ ഇതെന്താണ്? അപ്പൊ നിങ്ങൾ എത്ര ദിവസത്തിനാ പോണത്? എത്ര ദിവസത്തിനാ പോണത്? ഇന്ന് പോയിട്ട് നാളെ വരുമോ? നോക്കാണി ഗൈസ്, ഞങ്ങളുടെ പേരന്റെ സൈഡ് കാട്ടി നോക്കാം. നിങ്ങൾ ഇറ്റങ്ങളുടെ രണ്ടാളെ പണിയാണത് ഗൈസ്. ഈ മക്കള് വലുതാകാതെ ഇനിയൊരു പെയിന്റ് അടി ഇല്ല. അല്ലെങ്കിൽ എന്തുവാണെന്ന് നിങ്ങൾ ആ ഒരു വാതിൽക്കട്ടിന്റെ ലെവലിൽ മൊത്തം ടൈൽസ് ഒട്ടിക്കാം, വെള്ള ടൈല്. അപ്പൊ പിന്നെ വലിയ വൃത്തിയുണ്ടാവില്ല കേട്ടോ. ഇവിടെ നിങ്ങളെ മെച്ചിയുടെ ഇമ്മച്ചിയുടെ മേക്കപ്പ് ഷൂട്ടില്ല. എന്നാ പോവാ നമ്മള്. ഓക്കെ ഗൈസ്, ഇപ്പൊ ഗൈസ് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. ആരെ പറ്റിയെടുക്കുക? പറ്റിയെടുക്കുക. ഷൂട്ട് എടുക്കണോ? ഇറങ്ങ പുറത്തേക്ക് ഇറങ്ങ്. അങ്ങ് കഴിക്കൂലേ? പറ്റിയെടുക്കാം മാറി. ഞങ്ങൾ ഗൾഫ് അങ്ങ് കഴിക്കൂലേ? പറ്റി കഴിക്കും. മാറി. വെയിറ്റ് ആണ്. മാറിക്ക്. പൊട്ടെ. ആ കാറിൽ തന്നെ പോവാലോ. അപ്പൊ എങ്ങനെ ബൈക്കിനാ പോവാ അത്രയും ദൂരം? പൊട്ടൂസേ മോൾട്ടിയുടെ മോൾ ഇവിടെ വാതിൽ പൂട്ടി ഗൈസ്. പിന്നെ തരാം, കള്ളന്മാരെ പേടിക്കണ്ട. കൊണ്ടാകത്തിനുള്ളിൽ പൈസ ഇല്ല, ഒന്നുമില്ല. അയ്യോ ബ്രഷൊക്കെ ഇട്ട വരുന്നു. ഇതാരാണ്? പരിഷ്കാരി വരുന്നുണ്ട് ഗൈസ്. ഇത് കേൾക്കാറേതാ കളറ്? ബ്ലഡി ഫുൾ അതെ. ഇട്ടടിക്ക ശരിക്കും ഇട്ടോണ്ട് അങ്ങോട്ട്. പറ്റിട്ടുള്ള പോയിക്കോ. ഇത് കേൾക്കൂല. ഓക്കെ ഞാൻ പോയിക്കോ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇവിടെ പോണെന്ന് വെച്ചാൽ കക്കാടം പോയിക്കാണ്. പെട്ടി കണ്ടത് ദുബായിക്കാണെന്നല്ല, കക്കാടം പോയിലൊക്കെ പോണത്. 3 ഡ്രസ്സും പാടെ ഞങ്ങൾ ഒറ്റ പെട്ടിയിലാക്കാണ്. 4 ഡ്രസ്സ്. സോ ഡേറ്റ് ഒന്നുമില്ല. ഞങ്ങളുടെ കൂടെ ഞങ്ങളെ 11 ഫാമിലി ഉണ്ട്. അതായത് എന്റെ ഫ്രണ്ട്സ്, ഓരോ ഫാമിലി, കുട്ടികളൊക്കെ. അപ്പൊ ഞങ്ങൾ നേരെ ഇപ്പൊ പോണത് നമ്മുടെ സുഹൃത്തുക്കളെടുക്കാൻ. ഓനെടുത്തിട്ട് നമ്മളെ ബാക്കിയുള്ളവരൊക്കെ കാർമൽ പ്ലോട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങളെല്ലാവരും അവിടെ നിന്നാണ് ഞങ്ങൾ മീറ്റപ്പ് പോയിട്ടുണ്ട്. ബാക്കി കമോൺ. ഗേറ്റ് ഓപ്പൺ ചെയ്തി. അങ്ങനെ ഗായ്സ് ഞങ്ങളെ അസിസ്റ്റന്റ് ഗേറ്റ് അടച്ച് വരുന്നുണ്ട്. ബാക്കിലാണ് ഇരിക്കുന്നത്. കാറിന്റെ കൂടെ മുന്നിൽ വേറെ ആളുണ്ട്. തുറക്കടി. ഇപ്പോഴുണ്ട് ഗൈസ് നിങ്ങളെ നാട്ടിൽ ഈ ഡോർ തുറക്കാൻ വെക്കാത്ത ബംഗാളികൾ. ഇത്ര കാലം കാർ കയറാറ്. ചില നേരത്ത് ഇതെങ്ങനെ തുറക്കേണ്ടി പോലും അറിയില്ല. ഇങ്ങോട്ട് ലോറ ഇറക്കട്ടോ മോട്ടിയാ. അപ്പൊ ഗൈസ് നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയിട്ട് ഓനെ എടുത്തിട്ട് പിന്നെ ബാക്കികളൊക്കെ നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ ബാക്കിയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള ഫുള്ള് കാണാം. ഓക്കെ ഗൈസ്. ഇന്റെ ഒപ്പല്ലോന്റെ പേര് ഷാജഹാൻ. അതാണ് ഓന്റെ വീട് ഗൈസ്. ഞങ്ങൾ അവിടെ ഓന്റെ വീട്ടിലെത്തിക്കണ്. ഓന്റെ കുട്ടിയുടെ അമ്പലത്തിക്കണമെന്ന് പോയാൽ നമുക്ക് നോക്കണ്ടിട്ടോള്. ഞങ്ങളെ പോരുണ്ടോ? ഷൂ കഴിച്ചാൽ മടിയാണ്. ജുവാ ബാഗ് എടുത്തോണ്ടാ അധികം വെക്കാം. എന്താ ഇങ്ങനെ കുണ്ടത്തിയാളെ നോക്കണ പേടിപ്പിക്കണ? അല്ലൂറ്റിയാണല്ലോ പഠിച്ചോന്. ആ ഇന്ന ഉമ്മച്ചടി അവിടെ എണ്ണിക്കുട്ടി ഇപ്പച്ചിന് മുമ്പ് വെച്ച് ഇജ്ജ് കണ്ടോ? സാധാരണ ബാഗുണ്ടോ ഗൈസ്? ഷൂ വയ്ക്കാൻ മടിച്ചിട്ട് ഉള്ളിൽ കയറുന്നില്ല. എന്താണ് നമ്മൾ കൊണ്ടാകാല ബീഫ് കേട്ടോ. ഇല്ല അതൊക്കെ ഉണ്ടാക്കിയാട്ടെ ഗൈസ്. ഓരോന്റെ പെണ്ണുങ്ങളും പാടെ രാത്രി ഉണ്ടാക്കിയാണ്. എല്ലാം നല്ല ബീഫാണല്ലോ. അടിപൊളി ബീഫ്. അപ്പൊ ഗൈസ് ഞങ്ങള് വണ്ടിയിൽ എല്ലാവരും കയറി ഒരു വാതിൽ കൂട്ടുന്നുണ്ട്. ഞങ്ങൾ ഒപ്പമുള്ളവരൊക്കെ ഞങ്ങളെ കാത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം പറഞ്ഞവരോട് ഞങ്ങൾക്കവിടെ എത്തിക്കണം, എല്ലാവരും വരികയാണ്. ഞാനെല്ലാവരും വിളിച്ചെടുത്തിക്കണേ. എൻ്റെ വാക്കായിട്ട് എല്ലാവരും അവിടെ എത്തിക്കണം. പട്ടി കയറാക്കാൻ വലയൊക്കെ ഇട്ടിട്ടാണ് കയറിയെന്ന്. അടച്ചോനെ അവരിപ്പോ നമ്മളെ കാത്തിക്കാണ്. നമ്മളിവിടെ ഇറങ്ങിയിട്ടില്ല, വല്ലപ്പോഴൊക്കെ എത്തിയിട്ടുള്ളൂ ഗൈസ്. സമയം വേണ്ട കാര്യമില്ല. ഞാനാണ് നാട്ടത്തുണ്ട്. ഇവരൊക്കെ വിളിച്ചിട്ട് ഞാൻ നേരെ നോക്കി പോയതാ. അപ്പൊ ഗൈസ് കാറിലെ ടീംസ് ഫുൾ ആയിട്ടുണ്ട്. ഞങ്ങൾ വി ആർ മൂവിങ് ടു കക്കാടം പോയിന്റ്. ഓക്കെ ഗൈസ് ബാക്കിൽ കാണില്ല ഗൈസ്. നമുക്ക് അവിടെ നിന്ന് കാണിക്കട്ടാ. മോടി താട്ട് വളയൊക്കെ ഉണ്ടല്ലേ. ഓട്ടെ ഗൈസ്.
ഞങ്ങൾ ഒപ്പല്ലോലൊക്കെ അവിടെ എത്തിക്കണ്. അപ്പൊ ഞങ്ങളാണ് ഏറ്റവും ബാക്കിൽ നിൽക്കണത്. ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു എവിടെ ഞങ്ങളവിടെ കാത്തിക്കിണ്ടായിരുന്നു. എടാ എപ്പോ വരാറിന് ഞാൻ അവിടെ തിരുവല്ലൊക്കെ ഞങ്ങളെ കാത്തിക്കണം ഗൈസ്. പോട്ടെ ഗൈസ്, പോയ പോക്ക് തിരിച്ചു വന്നു ഗൈസ്. നമുക്ക് സ്വഭാവം ഉണ്ടല്ലോ, യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു മറവി സ്വാഭാവികമാണ്. അപ്പൊ നമ്മൾ ഈ പരിപാടിയിൽ കുറച്ച് ഗെയിംസ് കണ്ടക്ട് ചെയ്തിന്. അപ്പൊ അതിന്റെ സാധനം മൊത്തം ഞാനാണ് വാങ്ങിയത്. അത് ഞാൻ ഈ കുട്ടികൾക്ക് കിട്ടാതൊക്കെ വേണ്ടിയിട്ട് പേരന്റെ ഷെൽഫിന്റെ മുകളിൽ വെച്ച് എല്ലാം അടുത്ത് പോകുന്നില്ല. ലാസ്റ്റ് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ എത്തിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. എന്ത് സാധനം മറന്നിട്ടുണ്ട്. അത് അവിടുന്ന് തിരിച്ച് രണ്ടാമത് എടുത്താണ് പോവാണ്. അപ്പൊ നമ്മളൊപ്പല്ല തുണവണ്ടി 5 കാറിൽ 10 ഫാമിലി നമുക്ക് വേണ്ടി വടവർത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അവിടേക്ക് പോവാണ് ഗൈസ്. കാർ 6, ഫാമിലി 11. ഒരു ഫാമിലി പറഞ്ഞാല് സജാദും കുട്ടികളാണ്. ഓൽക്ക് 2 കാർ വേണം. യെസ് ഗൈസ്, വടവറത്തി ഗൈസ്. എല്ലാവരും ഞങ്ങൾ പിരാഗാണ്. പിരാഗ് പറഞ്ഞാല് നായ ഇജ്ജല്ലാത്തതിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഇജ്ജ് നേരം പിടിച്ചാറാണ് ഫുള്ള് ആ ബോർഡ് ലീവത്തിൽ അങ്ങനെ പലതും മറ്റേ കണ്ണുമ്പിക്കോ മറ്റേ നമ്മുടെ ജീവിതത്തിലേ പേടിച്ച് നമ്മൾ ഇവിടെ എത്തൂല. എത്തായി വണ്ടി ഇതൊക്കെ റേസ് കട്ടിക്കണം പറയും. ചവിട്ടിയിട്ട് വണ്ടി കയറണ്ടതിന് പണ്ടാറോ നമ്മള് ചെക്കന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ കാണാൻ നമുക്ക് കേട്ടോളിട്ട് നമ്മള് പിരാഗി നിൽക്കുന്ന കേട്ടോ. എല്ലാവരും ഇതാണ് ഈ ട്രിപ്പ് പറയുമ്പോൾ നേരെ വൈകരുത്, എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. നമ്മളെ വണ്ടികളൊക്കെ നേരെ നിൽക്കണ്ടോ കേട്ടോ. ബീഫ് എടുക്കാൻ മറന്നടാ. നിങ്ങളെ കാത്തിക്കാൻ ഞങ്ങള് അതിന് ടൈം എടുത്താണ്. നേരെ കളി നാട്ടുകട എന്തിന് എടുക്കാലോ സമയത്ത് എടുക്കണ. പോട്ടെ ആ തുടങ്ങി നിങ്ങള് 1 2 3 4 5 പിന്നെ 6 കണ്ടായി. പുതിയ എടുത്തില്ലേ പോയിക്കോ നേരങ്ങളല്ല. ഹോട്ടൽ നിറഞ്ഞു മക്കളും ആരാ കുഞ്ഞോളൊക്കെ വേണ്ട അൾട്രാ മോഡൽ ആയിക്കണല്ലോ. ഹോട്ടലിൽ അറിഞ്ഞു ഇനിയുണ്ടോ കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഇതാണ് സന. അപ്പം എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. നമ്മളെ വ്ളോഗ് ശരിക്കും നമ്മൾ ഫോൺ 2 രീതിയിലെടുക്കും. ഷോർട്ടിന് സ്ട്രെയിറ്റ് ആയിട്ടും മറ്റേന് കുറച്ചിങ്ങനെ പിന്നെ തിരിച്ചിട്ട് എടുക്കല്. അപ്പം ഞാൻ കരുതി ഈ വീഡിയോ പകുതി എത്തുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാമെന്ന് കഴിഞ്ഞാൽ ഷോർട്ട് നഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ തോന്നി എന്താ റബ്ബ് ചെയ്യുക, വീഡിയോ വയ്ക്കുന്ന നിർത്തിയാലെഴുതി. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഒന്നെങ്കിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ റീല് കിട്ടൂല, റീൽ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ കിട്ടൂല. അപ്പോൾ ഞാൻ കുറച്ച് നേരം വ്ളോഗ് എടുത്ത് പിന്നെ ബാക്കിയുള്ളത് എന്ത് ചെയ്ത് റീൽ എടുക്കാൻ വേണ്ടി ചെയ്തു. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും, അതായത് എൻ്റെ 11 സുഹൃത്തുക്കളും അവരെ മക്കളും അങ്ങനെ കുഞ്ഞു മക്കളുമായിട്ട് എന്താ പറയുക ഒരു ലേബർ റൂം സെറ്റപ്പ് ആയിട്ട് ഞങ്ങൾ പോവുകയാണ് കക്കാടംപൊയിൽ പൂവാറന്തോട് സ്കൈ ഹെവൻ എന്ന റിസോർട്ടിലേക്ക്. കുറേ കാലമായില്ല, കാരണം ഈ പെൺകുട്ടികൾ 24 മണിക്കൂറും വീട്ടിലിങ്ങനെ ചടഞ്ഞു കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഓർക്ക് എൻ്റർടൈൻമെൻറ്റ് വേണം എന്നുള്ളതിൽ ഞാൻ തന്നെയാണ് ഇതിൻ്റെ എന്താ പറയുക ഹോട്ടൽ ബുക്ക് ചെയ്തതും കാര്യങ്ങളൊക്കെ. കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ളവരൊക്കെ പണിക്ക് പോകുന്നതുകൊണ്ട് കാര്യങ്ങൾ പോലെ ഇന്നേൽപ്പിച്ചതായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൂവാറന്തോട് റിസോർട്ടിലേക്ക് എത്തി. കാരണം അവിടെ 4 ബെഡ്റൂം, മുകളിൽ നല്ല അടിപൊളി എന്താ പറയുക ഒരു ഹാള്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കിടക്കാനും പിടിക്കാനും നല്ല സൗകര്യമില്ല, നല്ല അടിപൊളി സെറ്റപ്പായിരുന്നു കേട്ടോ. പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ തിന്നാനാണെങ്കിൽ കുടലുകൾ, കടലമുട്ടായികൾ, അങ്ങനെ ഐറ്റംസ്. കുട്ടികൾക്ക് ചെറിയ പൂളുണ്ട്, നേച്ചർ പൂള് താഴത്തുണ്ട്, വലിയവർക്കാണെങ്കിൽ വലിയ പൂളുണ്ട്. എനിക്കാണെങ്കിൽ നീന്താൻ അറിയില്ല, അതുപോലെ എനിക്കുള്ള ട്യൂബാണ് ഇപ്പോൾ ഈ കുട്ടികൾ കളിക്കുന്നത് കേട്ടോ. ഞാൻ ചെന്ന അപ്പം തന്നെ ഞാൻ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടിയിട്ടില്ല. പിന്നെ
ഈ ഒരു ടൂറിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പാടെ കൂടിയിട്ട് എത്രയോ ആൾക്കാർ ഒരുമിച്ച് പോകണ ആദ്യമായിട്ടാണ്. ഞങ്ങൾ പോകലുണ്ട് 3-4 ഫാമിലിയൊക്കെ ആയിട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ കേട്ടോ ഈ റിസോർട്ടിൻ്റെ. ഈ റിസോർട്ടിന് 10 ആൾക്ക് 15,000 രൂപ, പിന്നെ ആളുമ 700 രൂപ അങ്ങനെയാണ്. ഞങ്ങൾ ഏകദേശം 46 ആൾക്കാരുണ്ട്. ഇല്ല പിന്നെ പൊടിമക്കളും എല്ലാം കൂടി അടക്കട്ടോ. കാരണം ഇതിൽ 3 മാസം മുതൽ 8 വയസ്സും 10 വയസ്സായ കുട്ടികൾ വരെ ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ ആണുങ്ങളെല്ലാവരും പ്രത്യേകം എന്താ വെച്ചാൽ കുട്ടികളെ നോക്കുക. കാരണം പെണ്ണുങ്ങൾക്ക് മാക്സിമം എന്താ പറയുക എൻജോയ്മെൻറ്റിന് അവസരം ഒരുക്കി കൊടുക്കുക എന്നായിരുന്നു ഞങ്ങളെ മെയിൻ മുൻഗണന. കാരണം കുട്ടികളൊക്കെ ഞങ്ങളൊക്കെ തന്നെ മാക്സിമം. പിന്നെ നമ്മളത് നല്ല കേട്ടോ. പിന്നെ ഈ പെണ്ണുങ്ങളെ എല്ലാവരും ഫോട്ടോകൾ കാര്യങ്ങൾ. പിന്നെ ഞാൻ ഓൾറെഡി പോകുന്നപ്പോൾ പറഞ്ഞിരുന്നു ഞാൻ ഫുഡിൻ്റെ അങ്ങനെ കാര്യത്തിൽ എല്ലാവരും സജീവമായിട്ട് നിന്നിട്ടുണ്ട് എന്നുള്ളത്. ഈ ഉള്ളി അരിഞ്ഞിട്ട് ഞാൻ ഉള്ളി അരിഞ്ഞ് മുങ്ങുന്നിട്ട് ഗൈസ് അവിടെ അവസാനം വരെ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒപ്പമുള്ള സുഹൃത്താണ് ഇത് മെയിൻ പണ്ടാരി പറഞ്ഞാൽ ശിഹാബ് കൊട്ടാരം. അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി നെയ്ച്ചോറ്, കടായി, ബീഫ് വരട്ട് നമ്മൾ മറ്റേ ഷാജാങ്ങൾ കണ്ടില്ല ആദ്യം. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ മുകളിലത്തെ ഞങ്ങളെ പാർട്ടി ഹാൾ കേട്ടോ. ഈ വീഡിയോ അങ്ങനെ ചെറുതായി കാണുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ വീഡിയോ ഇടേണ്ടതെന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ ഏതായാലും എടുത്താലേ കുറച്ച് ഭാഗം ഉണ്ട്. അപ്പോൾ പിന്നെ ബാക്കിയും പാടെ മുഴുവനാക്കാം എന്നുള്ളതിലായിരുന്നു. ക്യാരം ബോർഡൊക്കെ ഉണ്ടായിരുന്നു. പോന്നപ്പോൾ ഇതിന് ക്യാരം ബോർഡിന് ഒറ്റ കോയിൻസോടല്ല കുറേ കുട്ടികളെ തിന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല, കാണാനല്ല. 2 മൈക്കും ഉണ്ട്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും തല്ല്. പണ്ടാരാണെങ്കിൽ ചെവിയിൽ ഫോൺ വെച്ചിട്ട് ഭയങ്കരത്. അപ്പോൾ ഇതിന് നമ്മൾ പെണ്ണുങ്ങൾ പാടെ എവിടെയെങ്കിലും മൂലയ്ക്ക് നിന്നിട്ട് പരസ്പരം കത്തിയടിക്കുന്നുണ്ടാവും കേട്ടോ. പിന്നെ കിച്ചണിൽ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് ആൾക്കാരെ കൂട്ടിയാണ്ട് അവിടെ കുറച്ച് പാട്ടും ബെയ്ത്തൊക്കെ ഉണ്ടാക്കി. അല്ലെങ്കിൽ വെച്ചാൽ അവിടെ ഒരു അല്ലെങ്കിൽ ഒരു ബോറായി. കാരണം ഈ ഉണ്ടാക്കാൻ ഞങ്ങൾ ഒറ്റക്കാവൂലേ. അങ്ങനെ ഞാൻ മാക്സിമം അവിടെ തന്നെ എനിക്ക് കൂടുതൽ കേട്ടോ. പിന്നെ ഇവർ രണ്ടാളാണ് മെയിൻ പണ്ടാരികൾ. ഞാൻ ഇവരെ കൈപ്പണ്ടാരി, അതായത് ഇവരെ സഹായിക്കുന്ന ആൾക്കാർ. പിന്നെ ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടികൾക്ക് എപ്പോൾ തിന്നാൽ അവിടെ എന്തെങ്കിലും ഉണ്ടാവും, ഉപ്പിലിട്ടത് അല്ലെങ്കിൽ ചോളാപ്പൊരി കാര്യങ്ങളൊക്കെ അങ്ങനെ കേട്ടോ. ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ. നല്ല അടിപൊളി റിസോർട്ടാണ്. വാണ്ടിലൊക്കെ ഒന്ന് പൊയ്ക്കോളി, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. രാവിലെ നല്ല കോടയും തണുപ്പും മഞ്ഞൊക്കെ ഉണ്ടായിനി. അങ്ങനെ ഞങ്ങൾ ഇനി കുറച്ച് നേരം ഉള്ളിലേക്ക് പോകാം. ഉള്ളിലൂടെ ഒരു ഭാഗത്ത് ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ അങ്ങനെ കേട്ടോ. പിന്നെ നമ്മളെ ചോറ് കോഴി പൊരിക്കണ അവിടേക്ക് പോയി നോക്കാം നമുക്ക്. അങ്ങനെ കോഴി ഇതാ പൊരിച്ച് വരുന്നു. ആദ്യം ഞങ്ങൾ ചെറിയ ഗ്യാസുമേ ഉണ്ടാക്കുന്നത്. പിന്നെ ഓരോ കിച്ചണിൽ പോയിട്ട് ഞങ്ങൾ വലിയ ഗ്യാസ് കൂടെ നയമ ഉണ്ടാക്കുക ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ ഈ നിൽക്കണ തലക്കെ ഓന് ഫീഡ് എടുക്കണ കണ്ടിട്ട് സെപ്പറേറ്റ് വന്ന് ഇളക്കുകയാണ്. ഒരു പണിയെടുക്കാത്ത കള്ള നായിയാണ്. അപ്പോൾ ഗൈസ് പിന്നെ എന്താ വെച്ചാൽ അടുക്കളയിൽ ആൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു സെൽഫി സോങ് പാട്ട് ഏതാണെന്ന് അറിയാമെങ്കിൽ ഒന്നാം വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടുന്നു കൊണ്ടുപോകൂ. ഈ കൂട്ടത്തിൽ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. കാരണം ഇവരൊക്കെ യൂട്യൂബേഴ്സ് തുടങ്ങാനുള്ള കാരണം ഞാൻ തന്നെയാണ്. കാരണം ഞാനാണ് ഇവർക്ക് എല്ലാവർക്കും അതിൻ്റെ പ്രചോദനം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ യുവാക്കളുടെ എന്താ പറയുക കൂത്താട്ടം കണ്ടില്ലേ കളിക്കണത്. ഇതേതാ പാട്ട് എന്ന് എനിക്കൊരു അന്തം കിട്ടണില്ല. അതൊരു മുതുക്കൻ കൂത്താട്ടം എന്ന് വേണമെങ്കിൽ ഇതിൽ പറയാം. അവിടെ കളിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അവൻ്റെ ദുൽമ്. അങ്ങനെ ഓല പാട്ട് ഡാൻസ് ഒരു ഭാഗത്ത് കൂടെ. പിന്നെ ഞങ്ങൾ പെൺകുട്ടികൾക്ക് നമ്മളെ ഫാമിലിക്ക് ഒരുപാട് ഗെയിംസുകൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് കപ്പിൾ അവാർഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ ക്യാമ്പിന് പോകുന്നതുകൊണ്ട് പല ഐഡിയകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയത്. പിന്നെ സ്വിമ്മിംഗ് പൂളിൽ ചാടണം നോക്കണ്ട, നീന്താൻ ഒരു തുള്ളി അറിയില്ല കേട്ടോ. പിന്നെ അന്ന് രാത്രിക്കത്തെ പ്രോഗ്രാമിൽ മോൾട്ടി നല്ല പാട്ട് പാടിക്കണം കേട്ടോ. ഞാനും കുഴപ്പമില്ലാത്തൊരു പാട്ട് പാടി. എൻ്റെ പാട്ടിനാണ് ഈ മുതുക്കികൾ ഡാൻസ് കളിക്കുന്നത് ഗൈസ്. അങ്ങനെ ഞാൻ നല്ലൊരു ഒപ്പന പാട്ട് പാടിക്കൊടുത്തു എല്ലാവർക്കും. എന്നെ പിട പോലെ കുണുങ്ങി നീ നടക്കും, അരളിപ്പു മിഴി കൊണ്ട് കവിതകൾ കുറിക്കും. അങ്ങനെ നല്ല അടിപൊളി പാട്ട് പാടിക്കൊടുത്ത്. പിന്നെ മോൾട്ടിയും പാടിക്കൊടുത്തിട്ട് കേട്ടോ. ഒപ്പന നിൽക്കേണ്ട താത്താർ. പിന്നെ എല്ലാവർക്കും നല്ല ഗെയിംസ്, അതിന് പോയിന്റ് അങ്ങനെ എല്ലാം കൊടുത്തിട്ട് ഓൾക്ക് മാക്സിമം കളർഫുള്ളാക്കാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ രാത്രി കുറേ ആയപ്പോൾ പിന്നെ ഗെയിംസ് ഞാൻ കുറച്ച് നിർത്തി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരം വെളുത്ത് ഉറങ്ങിയിട്ട് കുട്ടികളൊക്കെ എല്ലാവർക്കും ക്ഷീണം പറ്റരുത്. കാരണം നേരം വെളുത്ത് തിരിച്ചു പോരുകയാണെങ്കിൽ പോലും രാത്രി ഏകദേശം കടന്നപ്പോൾ തന്നെ 2 മണി 3 മണിയൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ ചായ കുടി കാര്യങ്ങൾ. പിന്നെ ഈ പെൺകുട്ടികൾക്ക് ഒരു ഗെയിമുണ്ട്. എല്ലാവരും ഓരോ സാധനം കൊടുത്തിട്ട് എന്താ പറയുക അവിടുന്ന് ഗെയിം പിന്നെ ഇട്ട് എല്ലാവരും പാട് എടുക്കുക. എല്ലാവരും ഓരോരുത്തർക്ക് ഒന്ന് കൊണ്ടുവരാം. ഓരോരോ റീല് കണ്ടിട്ട് ഓരോന്ന് കാണുന്നതാണ്. പക്ഷേ വലിയ റേറ്റില്ല, 30 റുപ്യ മാക്സിമം റേഞ്ചിലെ സാധനം എല്ലാവരും വാങ്ങി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രാത്രി ഓരോ ആ ഗെയിമും കളിപാടിയും കാര്യങ്ങളും. പിന്നെ ഇതിൽ പരസ്പരം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. എന്നാലും 1-2 ആൾക്കാരെ കുറച്ച് പരിചയ കമ്മിയുണ്ട്. ഈ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് അങ്ങനെ പറയില്ല നിങ്ങൾ അത്ര തന്നെ. പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു ട്രിപ്പിൽ വന്നു കഴിഞ്ഞാൽ ഏത് ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ട് ആവും. കാരണം എന്താ വെച്ചാൽ എല്ലാവരും പാടെ ഒറ്റ ആകുമ്പോൾ എല്ലാവർക്കും ആ മടി ഇതൊക്കെ പോയി കിട്ടും. അതെന്താ വെച്ചാൽ എനിക്ക് പിന്നെ ഇതിൽ എല്ലാത്തിനും കാണാൻ പാടാം കേട്ടോ ഗൈസ്. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അവർക്ക് പേഴ്സണലി ഇന്നെ അറിയാം. പിന്നെ നമ്മൾ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സജീവ രംഗത്തല്ലേ. അങ്ങനെ ഈ കളി നടക്കുന്ന ഏകദേശം ഒരു 2 മണിക്കട. ഈ നടക്കുന്നത് നട്ടപ്പാതിരക്ക്. നേരം വെളുത്തപ്പോൾ കണ്ടങ്ങൾ നല്ല പുതച്ചു മൂടി കിടക്കുക. ഞാൻ നല്ല ഇതിൻ്റെ മുകളിലാണ് നല്ല സുഖസുന്ദരമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. പുറത്ത് നോക്കുമ്പോൾ നല്ല കോട, നല്ല വ്യൂ, നല്ല മലനിരകളും എല്ലാവരും നീച്ചിരിക്കണം. ഞാനും ഇതിൻ്റെ ഒപ്പം കിടക്കുമ്പോൾ മാത്രം നീച്ചിട്ടില്ല. ഞാനും ഓനും വേറെ റൂമായിരുന്നു. ഗേൾസ് എല്ലാവരും വേറെ, ഞങ്ങൾ സെപ്പറേറ്റ് കിടന്നിരുന്നത്. പിന്നെ റൂമിൽ നിന്ന് നേരെ നോക്കുമ്പോൾ താഴത്ത് സ്വിമ്മിംഗ് പൂളാണ്. ഈ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇവിടുന്ന് ചാടാനുള്ള ഫെസിലിറ്റി വരെ ഉണ്ടാക്കിയിട്ടുണ്ട്.
പിന്നെ എന്താ പറയുക, ഞാൻ ഈ വീഡിയോൻ്റെ ഈ സമയം ഈ വോയിസ് കൊടുക്കണം നട്ടപ്പാതിര 12 മണിക്കാണ്. ഇതിനിൻ്റെ കൂടെ കിടന്നിട്ട് ഓളെ കൂർക്കുമ്പോൾ ഞങ്ങൾ കേൾക്കുന്നത്, കൂർക്കല്ല ഇങ്ങനെ ശ്വാസങ്ങൾ എടുക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫാമിലിയും കൂട്ടിയൊക്കെ ഒന്ന് പുറത്ത് പോകണം ഇൻഷാ അള്ളാ. പിന്നെ എന്താ വെച്ചാൽ എല്ലാവർക്കും വേണ്ടൊരു മാറ്റം. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്ത് പോകണോണ്ടേ ഇനി ഇൻഷാ അള്ളാ ഉമ്മാനി എല്ലാവരും കൂട്ടിയിട്ട് പോക്ക് പോകണം എന്നൊക്കെ മനസ്സിൽ പ്ലാൻ ഉണ്ട്. അപ്പം നമ്മൾ ബ്ലോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് അടിക്കുക. കാരണം പറഞ്ഞ് തൊണ്ട ആകെ വരുത്താൻ തുടങ്ങി ഗൈസ്. കാരണം നല്ല തണുത്ത വെള്ളം കുടിച്ചിട്ട് എന്താണെന്നറിയില്ല. ഏതായാലും വന്ന എല്ലാവരും ഹാപ്പിയാണ്. 46 ആളിൽ 6 കുഞ്ഞു മക്കൾ വർത്തമാനം പറയാത്ത, ബാക്കി എല്ലാവരും നല്ല ആക്റ്റീവായിനി. അങ്ങനെ പരിപാടി മൊത്തം കളറാക്കി. അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ, സേ യു. ലൈക്ക് അടിക്കി, കമൻറ്റ് അടിക്കി, എന്തേലും ആക്കി.